ഹലോ, നമസ്കാരം. സുല വൈൻയാർഡ്സിന്റെ കണക്കുകൾ. അതിന് പിന്നിൽ ഒരു കഥയുണ്ട്. ആ കഥ എന്താണെന്നറിയാൻ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടോ? വരൂ, നമുക്ക് ഒരുമിച്ച് നോക്കാം. ഒന്ന് ആലോചിച്ചു നോക്കൂ, ഒരു കമ്പനിയുടെ വാർഷിക റിപ്പോർട്ട് അത് വെറും വരവ് ചെലവ് കണക്കുകൾ മാത്രമല്ലാതെ ഒരു കഥ പോലെ വായിക്കാൻ പറ്റിയാലോ? ആ കമ്പനിയുടെ വിജയരഹസ്യവും അവരുടെ മൂല്യങ്ങളുമൊക്കെ ആ കണക്കുകൾക്കിടയിൽ ഒളിപ്പിച്ചു വച്ചിട്ടുണ്ടെങ്കിലോ? അതെ, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അതാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വൈൻ നിർമ്മാതാക്കളായ സുല വൈൻയാർഡ്സിന്റെ ഏറ്റവും പുതിയ സാമ്പത്തിക റിപ്പോർട്ട് നമ്മളൊന്ന് കീറിമുറിച്ച് പരിശോധിക്കാൻ പോവുകയാണ്. ആ കണക്കുകൾക്ക് പിന്നിലെ കഥ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പൊ ശരി, നമുക്ക് തുടങ്ങാമല്ലേ? ആദ്യം തന്നെ സുലയുടെ സാമ്പത്തിക പ്രകടനം എങ്ങനെയുണ്ടെന്ന് നോക്കാം. കാരണം അവസാനം ഏത് കഥയ്ക്കും ഒരു അടിത്തറ വേണല്ലോ. നോക്കൂ, അവരുടെ വരുമാനം സ്ഥിരമായി മുകളിലേക്ക് തന്നെയാണ്. കഴിഞ്ഞ 4 വർഷമെടുത്താൽ ഓരോ വർഷവും ശരാശരി 10% വെച്ച് വളർച്ചയുണ്ട്. അത് ചെറിയ കാര്യമല്ല. അവരുടെ ബിസിനസ് എത്രമാത്രം ശക്തമായി മുന്നോട്ടു പോകുന്നു എന്നതിന്റെ ഒരു വ്യക്തമായ സൂചനയാണിത്. പക്ഷേ അതിലും ഇൻട്രസ്റ്റിംഗ് ആയൊരു കാര്യമുണ്ട്. അവരുടെ ലാഭം അത് വരുമാനത്തേക്കാൾ വേഗത്തിലാണ് കുതിക്കുന്നത്. നമ്മൾ പ്രവർത്തന ലാഭം നോക്കുകയാണെങ്കിൽ, അതായത് അവരുടെ പ്രധാന ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന ലാഭം, അതിൽ വർഷം തോറും 25% വർധനവാണ് കാണുന്നത്. ഇതിന്റെ അർത്ഥം എന്താണെന്നറിയോ? അവർ കൂടുതൽ വിൽക്കുന്നു എന്ന് മാത്രമല്ല, വിൽക്കുന്ന ഓരോ ബോട്ടിലിലും അവർ കൂടുതൽ ലാഭമുണ്ടാക്കുന്നുണ്ട്. അതാണ് കാര്യക്ഷമത. അപ്പോ ഈ സാമ്പത്തിക വിജയം ഇതെവിടെ നിന്നാണ് വരുന്നത്? വെറുതെ കൂടുതൽ വിറ്റതുകൊണ്ട് മാത്രമാണോ? അല്ല, അതിനു പിന്നിൽ വേറെയും ചില കാര്യങ്ങളുണ്ട്. അതിലൊന്ന് പ്രകൃതിയോടുള്ള അവരുടെ സമീപനമാണ്. നമുക്ക് ആ ഭാഗത്തേക്ക് ഒന്ന് കടന്നു ചെല്ലാം. 66% ഓർത്തുവെക്കേണ്ട ഒരു കണക്കാണിത്. സുലയ്ക്ക് ആവശ്യമായ ഊർജ്ജത്തിന്റെ 3/2 ഭാഗവും വരുന്നത് അവര് സ്വന്തമായി സ്ഥാപിച്ച സോളാർ പാനലുകളിൽ നിന്നാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ. ഇതൊരു ഒറ്റയടിക്കുണ്ടായ മാറ്റമല്ല കേട്ടോ. അവരുടെ പുരോഗതി നോക്കൂ. കഴിഞ്ഞ വർഷം സൗരോർജ്ജത്തിൽ നിന്ന് 59% ഊർജ്ജം കണ്ടെത്തിയിരുന്നത്. ഈ വർഷം അത് 66% ഉയർന്നു. അതുപോലെ അവരുടെ വാഹനങ്ങളില് ഇലക്ട്രിക് വാഹനങ്ങളുടെ പങ്ക് 35% നിന്ന് 45% വർദ്ധിച്ചു. ഇത് വെറുതെ പറയുന്നതല്ല, ശരിക്കും പ്രവൃത്തിയിലൂടെ കാണിച്ചു തരുന്ന മാറ്റമാണ്. അപ്പോ എങ്ങനെയാണ് അവർ ഈ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്? അതിനു പിന്നിലും ചില ടെക്നിക്കുകളുണ്ട്. സോളാർ പവറിൽ പ്രവർത്തിക്കുന്ന പമ്പുകൾ, പിന്നെ വൈൻ സൂക്ഷിക്കുന്ന ടാങ്കുകളിൽ താപനില നഷ്ടപ്പെടാതിരിക്കാനുള്ള ഇൻസുലേഷൻ, ഊർജ്ജം ലാഭിക്കാൻ സഹായിക്കുന്ന സ്മാർട്ട് ടെക്നോളജി, ഇങ്ങനെ ഓരോ ചെറിയ കാര്യത്തിലും ശ്രദ്ധിച്ചാണ് അവർ ഈ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത്. ഊർജ്ജത്തിന്റെ കാര്യം മാത്രമല്ല, വെള്ളത്തിന്റെ കാര്യത്തിലും അവർ അത്ര തന്നെ ശ്രദ്ധ കൊടുക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം മാത്രം ഒരു കേസ് വൈൻ ഉണ്ടാക്കാനെടുക്കുന്ന വെള്ളത്തിന്റെ അളവ് 5% കുറയ്ക്കാൻ അവർക്ക് സാധിച്ചു. പ്രകൃതിയോടുള്ള അവരുടെ ഒരു ഉത്തരവാദിത്വം ഇതിൽ നിന്നു തന്നെ വ്യക്തമാണ്. അപ്പോ പ്രകൃതിയോടുള്ള ഈ കരുതൽ നമ്മൾ കണ്ടു. ഇനി നമുക്ക് സുലയുടെ ഹൃദയത്തിലേക്ക് വരാം, അവിടുത്തെ ജീവനക്കാരിലേക്ക്. കാരണം ഏത് കമ്പനിയുടെയും യഥാർത്ഥ ശക്തിയെന്ന് പറയുന്നത് അതിലെ മനുഷ്യരാണല്ലോ. സുല ഒരു നല്ല ജോലിസ്ഥലമാണെന്ന് അവര് സ്വയം പറയുന്നതല്ല, പുറത്തുനിന്നുള്ളവർ അത് അംഗീകരിച്ചു കൊടുക്കുന്നതാണ്. പീപ്പിൾ ഫസ്റ്റ് HR എക്സലൻസ് അവാർഡ്, ഇന്ത്യയിലെ ഏറ്റവും മികച്ച ജോലിസ്ഥലങ്ങളിൽ ഒന്ന്. ഇതൊക്കെ വെറും അവാർഡുകളല്ല, അവരുടെ ജീവനക്കാർക്ക് അവർ എന്തുമാത്രം വില കൽപ്പിക്കുന്നു എന്നതിന്റെ തെളിവുകളാണ്. അപ്പൊ എന്തുകൊണ്ടാണ് അവർക്ക് ഈ അംഗീകാരങ്ങളൊക്കെ കിട്ടുന്നത്? കാരണം സിമ്പിളാണ്. അവരവരുടെ ജീവനക്കാരിൽ നിക്ഷേപം നടത്തുന്നു. സ്കിൽസ് കൂട്ടാനുള്ള ട്രെയിനിംഗ് പ്രോഗ്രാമുകളുണ്ട്. വൈനിനെപ്പറ്റി ആഴത്തിൽ പഠിക്കാൻ അന്താരാഷ്ട്ര തലത്തിലുള്ള കോഴ്സുകൾക്ക് വരെ അവസരം കൊടുക്കുന്നുണ്ട്. ചുരുക്കത്തിൽ ജീവനക്കാരുടെ വളർച്ച കമ്പനിയുടെ വളർച്ചയായി അവർ കാണുന്നു. വെറും ട്രെയിനിംഗ് മാത്രമല്ല കേട്ടോ, ജീവനക്കാരുടെ ക്ഷേമത്തിനും അവർ വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. ഉദാഹരണത്തിന്, പുതിയ അച്ഛന്മാർക്ക് 1 മാസത്തെ അവധി കൊടുക്കുന്നു. അമ്മമാർക്ക് കുട്ടിക്ക് 1 വയസ്സാകുന്നതുവരെ ആഴ്ചയിലെ 2 ദിവസം വീട്ടിലിരുന്ന് ജോലി ചെയ്യാം. പിന്നെ തൊഴിലിടത്തിലെ പീഡനങ്ങൾക്കെതിരെ 0 ടോളറൻസ് നയമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഒരു സാധാരണ കമ്പനിയെ ഒരു മികച്ച കമ്പനിയാക്കി മാറ്റുന്നത്. ഓക്കെ, അപ്പോ മികച്ച സാമ്പത്തിക പ്രകടനം, പ്രകൃതിയോടുള്ള കരുതൽ, സന്തോഷമുള്ള ജീവനക്കാർ, ഇതൊക്കെ വളരെ നല്ല കാര്യങ്ങളാണ്. പക്ഷേ ഇതൊക്കെ എങ്ങനെ നിലനിർത്താൻ സാധിക്കും? എന്തെങ്കിലും പ്രതിസന്ധികൾ വന്നാൽ എന്തു ചെയ്യും? അവിടെയാണ് അവരുടെ വ്യക്തമായ റിസ്ക് മാനേജ്മെന്റ് കടന്നുവരുന്നത്. അപ്പോ എന്താണ് ഈ എന്റർപ്രൈസ് റിസ്ക് മാനേജ്മെന്റ് അഥവാ ERM? പേര് കേട്ട് പേടിക്കണ്ട, സംഭവം സിമ്പിളാണ്. ഒരു ബിസിനസ്സിൽ വരാൻ സാധ്യതയുള്ള എല്ലാതരം പ്രശ്നങ്ങളെയും മുൻകൂട്ടി കാണുക, അതിനെ എങ്ങനെ നേരിടണമെന്ന് പ്ലാൻ ചെയ്യുക. അത്രയുള്ളൂ, ഒരു മുൻകരുതൽ എന്ന് പറയാം. സുലയുടെ കാര്യത്തിൽ അവർക്ക് വളരെ വ്യക്തമായ ഒരു 4 സ്റ്റെപ്പ് പ്ലാനുണ്ട്.
സ്റ്റെപ്പ് 1 ഒരു കൃത്യമായ ചട്ടക്കൂടും നയവും ഉണ്ടാക്കുക. സ്റ്റെപ്പ് 2 എന്തൊക്കെയാണ് അപകടസാധ്യതകൾ എന്ന് കണ്ടെത്തുക, അതിൽ ഏതാണ് ഏറ്റവും പ്രധാനമെന്ന് തീരുമാനിക്കുക. സ്റ്റെപ്പ് 3 ആ പ്രശ്നങ്ങളെ നേരിടാനുള്ള വഴികൾ കണ്ടെത്തുക. സ്റ്റെപ്പ് 4 ഇതിനെപ്പറ്റി ജീവനക്കാർക്ക് പരിശീലനം നൽകുക, അറിവ് പങ്കുവയ്ക്കുക. വളരെ ചിട്ടയായ പ്രൊഫഷണലായ ഒരു സമീപനം അല്ലേ? അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് കണ്ടത്? നല്ല സാമ്പത്തിക വളർച്ച, പ്രകൃതിയോടുള്ള ഉത്തരവാദിത്വം, ജീവനക്കാരുടെ ക്ഷേമം, പിന്നെ ഏത് പ്രതിസന്ധിയെയും നേരിടാനുള്ള ഒരു സിസ്റ്റം. ഇതെല്ലാം കൂടി ചേരുമ്പോൾ സുലയെപ്പറ്റി നമുക്ക് കിട്ടുന്ന ചിത്രമെന്താണ്? ആ ചോദ്യത്തിനുള്ള ഉത്തരം അവരുടെ റിപ്പോർട്ടിലെ തന്നെ ഒരു വാചകത്തിലുണ്ട്. ഞാനതൊന്ന് വായിക്കാം. സ്ഥാപിതമായ കാലം മുതൽ ഞങ്ങൾ ട്രിപ്പിൾ ബോട്ടം ലൈൻ, അതായത് ജനങ്ങൾ, പ്രകൃതി പിന്നെ ലാഭം, ഇവ മൂന്നും ഒരുപോലെ നേടുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഇതിലെല്ലാം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്റെ ചോദ്യം ഇതാണ്: വെറും ലാഭം മാത്രം ലക്ഷ്യം വെക്കാതെ ജനങ്ങൾക്കും പ്രകൃതിക്കും ഒരുപോലെ പ്രാധാന്യം നൽകുന്ന ഒരു ബിസിനസ് കെട്ടിപ്പടുക്കാൻ സാധിക്കുമോ? സുലയുടെ ഈ കഥ നമ്മളോട് പറയുന്നത് സാധിക്കും എന്ന് തന്നെയാണ്, അല്ലേ? ഇതിൽ നിന്ന് മറ്റ് കമ്പനികൾക്ക് എന്തൊക്കെ പഠിക്കാനുണ്ടാകും? നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്?